കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. ആത്മാവിനെ വർഷിക്കണമേ. കർത്താവിന്റെ ശക്തി നിറയട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അധരം തുറന്ന് ഇപ്പോൾ ഏതെല്ലാം ഭവനങ്ങൾ ഇരുന്നുകൊണ്ട്, ഏതെല്ലാം രാജ്യങ്ങൾ ഇരുന്നുകൊണ്ട്, ഏതെല്ലാം സമൂഹങ്ങൾ ഇരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നുണ്ടോ, അധരം തുറന്ന് ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കുക. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. രക്തസാക്ഷിയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. മാലാഖ വൃന്ദങ്ങളോട് ചേർന്നുകൊണ്ട്, വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട്, രക്തസാക്ഷിയോട് ചേർന്ന് യേശുവേ നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ, നന്ദി, ആരാധന. ഹല്ലേലൂയ കർത്താവേ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക് പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പണം ചെയ്യാം. നമ്മെ ഈശോ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സക്രാരിയുടെ ചുറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും മാലാഖമാരെ കാണാൻ സാധിക്കുന്നുണ്ടോ? മുഖ്യദൂതന്മാരും കാവൽ മാലാഖമാരും നീ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. മകളെ, ദൈവത്തിൻ്റെ സന്ദേശ സംവാഹകരാണ് മാലാഖമാർ. സ്വർഗത്തിൻ്റെ സൈന്യാധിപരാണ് മാലാഖമാർ. മുഖ്യദൂതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ മിഖായേൽ മാലാഖയെ കുറിച്ചായിരിക്കും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത്. മുഖ്യദൂതന്മാരിൽ പെട്ടവരാണ് റഫായേൽ, ഗബ്രിയേൽ, ഊരിയേൻ, ജെറമിയേൻ, സീറിയേൻ, റഘുവേൽ. ഇവരെല്ലാവരും മുഖ്യദൂതന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. മുഖ്യദൂതന്മാർക്ക് 2 ചിറകുകളുണ്ട്. ആ 2 ചിറകുകളുള്ള മാലാഖമാർ സൈനിക വേഷമാണ് ധരിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടുള്ള പടച്ചട്ടയാണ് ധരിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ചാണ് അവർ നമ്മെ സംരക്ഷിക്കാനായിട്ട് കടന്നു വരുന്നത്. മകളെ, എന്താണ് മുഖ്യദൂതന്മാരുടെ പ്രത്യേകമായ ദൗത്യമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. മുഖ്യദൂതന്മാരായ മാലാഖമാരുടെ ഒന്നാമത്തെ ദൗത്യമാണ് ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായിത്തീരുക. കണ്ണായിട്ടല്ല, കണ്ണിയായിട്ട്, കൂട്ടിച്ചേർക്കാനായിട്ട്. ദൈവത്തെയും മനുഷ്യനെയും കൂട്ടിയിണക്കുന്ന കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ് മുഖ്യദൂതന്മാർ, പ്രധാനമായിട്ടും വിശുദ്ധ മിഖായേൽ. രണ്ടാമതായിട്ട് മുഖ്യദൂതന്മാർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടികളെ നയിക്കാനായിട്ട്. സാധാരണ മനുഷ്യനൊക്കെ സ്വന്തം പദ്ധതികളനുസരിച്ച് നീങ്ങുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഒരു വ്യക്തിയെ നയിക്കുന്ന മാലാഖയാണ് മുഖ്യ മാലാഖ, വിശുദ്ധ മിഖായേൽ മാലാഖ. നമുക്കൊക്കെ ഇഷ്ടങ്ങളാണുള്ളത്. ദൈവത്തിന് മാത്രമേ പദ്ധതിയുള്ളൂ. ആ പദ്ധതി നമ്മുടെ ശുഭകരമായ ഭാവിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി അനുസരിച്ച് നിന്നെ, നിൻ്റെ മക്കളെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ സ്ഥാപനത്തെ നയിക്കാനായിട്ട് വിശുദ്ധ മിഖായേൽ മാലാഖയാണ് നമ്മോടൊപ്പം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി വിശുദ്ധ മിഖായേൽ മാലാഖ തരുന്നത് തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന സ്വർഗീയ സൈന്യാധിപനാണ്. ഒരു തിന്മ എവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ വെട്ടി തകർക്കാനായിട്ട് നമ്മുടെ പക്കലേക്ക് വരുന്ന മാലാഖയുടെ പേരാണ് മുഖ്യ ദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ. തിന്മ എവിടെ പടരുന്നുവോ, അശുദ്ധി എവിടെ വളരുന്നുവോ, വേദനകൾ എവിടെ കടന്നു വരുന്നുവോ, തിന്മ എവിടെ പടർന്നു കഴിഞ്ഞാലും അതിനെ വെട്ടിയൊരുക്കാനായിട്ട്, വെട്ടി ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവം അയച്ചിരിക്കുന്ന ദൂതൻ്റെ പേരാണ് മിഖായേൽ മാലാഖ. തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന മാലാഖ. വീണ്ടും ദുഷ്ടാരൂപിക്കെതിരെ പ്രവർത്തിക്കുന്ന
ദൈവത്തിൻ്റെ സൈന്യാധിപനാണ്. സൈന്യാധിപന്മാരെ കാണാറില്ലേ? ഓരോ ഗണത്തിനും ഓരോ സൈന്യാധിപന്മാരുണ്ട്. പ്രധാനമായിട്ടും മുഖ്യദൂതന്മാരുടെ ഗണത്തിൽ 8ാമത്തെ ഗണത്തിൽപ്പെട്ടവരാണ് ഈ മുഖ്യദൂതന്മാർ. അവർ ദുഷ്ടാരൂപി വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, സ്ഥാപനങ്ങളിൽ ദുഷ്ടാരൂപി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായി ഓടി നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത്? അവൻ്റെ പ്രവർത്തനത്തെ എന്നേക്കുമായി അവസാനിപ്പിക്കാനായിട്ട്. മാത്രവുമല്ല, അവസാനമായി തിന്മയ്ക്കെതിരെ പടപൊരുതുന്ന ഒരു മാലാഖയാണ് മുഖ്യ മാലാഖ. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ തിന്മ വരുമ്പോൾ, എൻ്റെ കുടുംബത്ത്, എൻ്റെ രാജ്യത്ത് തിന്മ വരുമ്പോൾ അവയ്ക്കെതിരെ പടപൊരുതാനായിട്ട് ഊരിപ്പിടിച്ച വാളുമായി നമ്മുടെ ഭവനങ്ങൾക്ക് ചുറ്റും, സന്യാസാശ്രമങ്ങൾക്ക് ചുറ്റും, കുടുംബങ്ങൾക്ക് ചുറ്റും, രാജ്യത്തിന് ചുറ്റും ഓടി നടക്കുന്ന മാലാഖയാണ് മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ. ഒപ്പം ഒരു സൈന്യമാണ് ഒരുമിച്ച് നടക്കുന്നത്. ഈ മുഖ്യദൂതന്മാരോട് കൂടെ ഒപ്പം പ്രവർത്തിക്കുന്ന മറ്റൊരു മാലാഖയുണ്ട്. ആ മാലാഖയുടെ പേരാണ് കാവൽ മാലാഖ. ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പോൾ ആ ജനനം മുതൽ മരണം വരെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനം അതിൽ ആവസിക്കാതിരിക്കാൻ ദൈവം പ്രത്യേകമായ വിധത്തിൽ അഭിഷേകം ചെയ്ത മാലാഖയുടെ പേരാണ് കാവൽ മാലാഖ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അടുത്ത്, ഓരോരുത്തരടുത്തും ഒരു കാവൽ മാലാഖ ഇരിക്കുന്നുണ്ട്. പിതാവിൻ്റെ വഴി കാണിച്ചു തരാൻ ഒരു യാത്രികനായി നമ്മുടെ കൂടെ നടക്കുന്ന മാലാഖയാണ് ഈ കാവൽ മാലാഖ. നമ്മെ കാത്തു പരിപാലിക്കാനായിട്ട്, തെറ്റായ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട്, ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ ശക്തി കിട്ടാനായിട്ട് നമ്മെ സഹായിക്കുന്ന മാലാഖയാണ് കാവൽ മാലാഖ. ഈ കാവൽ മാലാഖയ്ക്കും പ്രത്യേകമായ ദൗത്യം കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ദൗത്യമാണ് ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കുക. ഈ ലോകത്ത് ദൈവത്തിൻ്റെ മക്കൾ എവിടെയൊക്കെ ഉണ്ടോ ആ മക്കളെ സംരക്ഷിക്കാനായിട്ടുള്ള പ്രത്യേകമായിരിക്കുന്ന ഡ്യൂട്ടിയാണ് ഓരോ കാവൽ മാലാഖയ്ക്കും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ദൗത്യ നിർവഹണം എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ പെടാതെ വഴി നടത്തുകയാണ് കാവൽ മാലാഖ ചെയ്യുന്നത്. വാഹനം ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടത്തിൽ പെടാതിരിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കുന്ന മാലാഖയാണ് കാവൽ മാലാഖ. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഇടത്തും വലത്തും മാലാഖമാരുടെ സംരക്ഷണം നമുക്ക് അനുഭവവേദ്യമായി തീരും. ആ മാലാഖയാണ് അപകടങ്ങളിൽ പെടാതെ, തിന്മയുടെ അപകടം, ആത്മീയമായ അപകടം, ശാരീരികമായ അപകടത്തിൽ പെടാതെ കാത്തു സൂക്ഷിക്കുന്നത്. നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? അപകടത്തിൽ പെടേണ്ടതായിരുന്നു, ദൈവാനുഗ്രഹം കാത്തുരക്ഷിച്ചു. ആര് കാത്തുരക്ഷിച്ചു? ഇതാണ് കാവൽ മാലാഖ ചെയ്യുന്നത്. മൂന്നാമത്തെ ദൗത്യമാണ് മനുഷ്യൻ്റെ വേദന, ദുഃഖം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുക. ഇതാണ് കാവൽ മാലാഖ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഒരു ദുഃഖമുണ്ടായാൽ, ഒരു വേദന ഉണ്ടായാൽ, ഒരു രോഗമുണ്ടായാൽ ഉടനെ എത്തിക്കുന്ന മാലാഖയുടെ പേരാണ് ഈ കാവൽ മാലാഖ എന്ന് പറയുന്നത്. നമ്മൾ തനിച്ചിരുന്ന് ദുഃഖിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല, തനിച്ചിരുന്ന് വേദനിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ മനുഷ്യൻ്റെ ഒരു നിസ്സാരമായ ദുഃഖം പോലും, ഒരു നിസ്സാരമായ വേദന പോലും ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ച് കർത്താവിന് പറയാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെതായ വേദനയില്ലേ ഉണ്ട്. ഓരോ ഭാര്യയ്ക്ക്, ഓരോ ഭർത്താവിന്, ഓരോ പുരോഹിതന്, ഒരു സിസ്റ്ററിന്, ഒരു ശുശ്രൂഷകന് അവൻ്റെ വേദന ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിച്ച് വെറുതെ ഇരിക്കാനല്ല, എന്നിട്ട് അതിന് ആക്ഷൻ ഉണ്ടാകും, അതിന് ദൈവം പ്രവർത്തിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരാനായിട്ട് കാവൽ മാലാഖ ശ്രമിക്കുന്നത്. മൂന്നാമതായിട്ട് ദൈവീകമായ അനുഭവങ്ങൾ മനുഷ്യന് നൽകുന്നത് കാവൽ മാലാഖയാണ്. പലരൊക്കെ പറയാറുണ്ട്, കുർബാനയെ സംബന്ധിച്ച് ഒരു അനുഭവം ഇല്ല അച്ചോ, കുർബാന സ്വീകരിച്ചിട്ട് തന്നെ ഈശോ ഉള്ളിലേക്ക് വന്നെന്ന് തോന്നുന്നില്ല. ഈ അനുഭവം കിട്ടാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ കാവൽ മാലാഖയെ ഒന്ന് വിളിക്കി,
എനിക്ക് ദൈവാനുഭവം തരണേ, ഒന്ന് വിളിക്ക്. തീർച്ചയായിട്ടും മാലാഖ ഇറങ്ങി വരും. ദൈവാനുഭവം നമുക്ക് വേണം. ദൈവത്തെക്കുറിച്ച് കുറേ അറിവുണ്ടായാൽ മാത്രം പോരാ മക്കളെ, മറിച്ച് ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ കാവൽ മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് മരണസമയം നമ്മുടെ ആത്മാവിനെ അകമ്പടി സേവിച്ച് അവരവർക്ക് അർഹമായ സ്ഥാനത്തേക്ക്, നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന മാലാഖയുടെ പേരാണ് കാവൽ മാലാഖ. നമ്മൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, സഹായിക്കുന്നു, സ്നേഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഈ നന്മയുടെ വലിയ ഭണ്ഡാരവുമായിട്ട്, ഈ സുഹൃതക്കെട്ടുമായിട്ട് മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിനെ അകമ്പടി സേവിച്ച് അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന മാലാഖയാണ് കാവൽ മാലാഖ. അതുകൊണ്ട് മുഖ്യദൂതരായിരിക്കുന്ന വിശുദ്ധ മിഖായേലിനോടും കാവൽ മാലാഖയോടും ഒരു പ്രത്യേകമായ ഭക്തി നമുക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സമയങ്ങളിലും ദൈവാനുഗ്രഹം, ദൈവകൃപ നമ്മിലേക്ക് കടന്നു വരും. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും അവതരണം തുറക്കുക. ഇതാ മാലാഖമാരാണ് നീ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. മാലാഖയെ കണ്ടുകൊണ്ട് സ്തുതിക്കുക, മാലാഖയെ കണ്ടുകൊണ്ട് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുക. മാലാഖമാരാണ് സ്തുതിക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. മാലാഖമാരാണ് ദൈവാനുഭവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങളെ സംരക്ഷിക്കാനായി വരണമേ. ഞങ്ങളെ ശക്തമായിരിക്കുന്ന സംരക്ഷണം കുടുംബങ്ങൾക്ക് നൽകണമേ, സ്ഥാപനങ്ങൾക്ക് നൽകണമേ, രാജ്യങ്ങൾക്ക് നൽകണമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. മാലാഖമാരുടെ വലിയ അകമ്പടി ഇപ്പോൾ ഈ ആരാധന സംബന്ധിക്കുന്ന സർവരിലും വന്ന് നിറയട്ടെ. യേശുവേ, ചേർന്ന് ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. ശക്തമായ കാവൽ നൽകാൻ വേഗം വരണമേ. തിരുവോസ്തിയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. യേശുവിനെ ചുറ്റും മാലാഖ വൃന്ദങ്ങൾ അണിനിരക്കുന്നത് കാണുന്നില്ലേ? നീ ഇരിക്കുന്ന സ്ഥലത്ത്, നീ മുട്ടുകുത്തി നിൽക്കുന്ന സ്ഥലത്ത്, നിന്റെ ഭവനത്തിനകത്ത് മാലാഖമാർ നിറഞ്ഞിരിക്കുകയാണ്. ഇതാ ഒരു നാൾ നസറത്തിലെ കൊച്ചു വീട്ടിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പലതരത്തിലുള്ള ഭയത്തിനടിമകളായവർ ഇതിനകത്തിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ദുഃഖങ്ങൾ പേറി വന്ന് നിൽക്കുന്നവരുണ്ട്, പലതരത്തിൽ നിരാശയുള്ളവരുണ്ട്, പലതരത്തിൽ അപകർഷതാബോധമുള്ളവരുണ്ട്. ഇന്നിതാ മാലാഖ വന്ന് നമ്മോട് പറയുന്നു, മോനെ, മോളെ, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ ഭയപ്പാടുകൾ ഇതാ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. രണ്ട് കരമുയർത്താം, രണ്ട് കരമുയർത്താം. മാലാഖമാരുടെ സംരക്ഷണം ഇപ്പോൾ നമുക്ക് തരട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയം, ദുഃഖം, നിരാശ, അപകർഷത ബോധങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. മാലാഖമാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് തരണമേ യേശുവേ. ഈശോയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. കരങ്ങൾ കൂപ്പി കർത്താവിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് മുഖ്യദൂതന്മാരുടെ കാവൽ മാലാഖയുടെ സംരക്ഷണം തരാനായിട്ട് പ്രാർത്ഥിക്കുക. ഇതാ പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മകളെ, ആർക്കെങ്കിലും സ്തുതിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ മാലാഖയോട് പ്രാർത്ഥിക്കണം.
ആർക്കെങ്കിലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഉള്ളു തുറന്ന് ആരാധിക്കാൻ പറ്റാത്തവര് ഇപ്പോൾ പ്രാർത്ഥിക്കണം. ഇതാ ആട്ടിടയന്മാരുടെ ഇടത്തേക്ക് ഒരു സൈന്യവ്യൂഹം കടന്നു വന്ന് ദൈവദൂതന്മാർ ചെന്ന് ഇത് അവരെ ശക്തിപ്പെടുത്തുകയാണ്. കരങ്ങൾ ഉയർത്തി കഥാനെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി നൽകുവാൻ നമ്മുടെ അധരങ്ങൾ തുറക്കപ്പെടട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. സ്തുതിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുഞ്ഞുമക്കളുടെ അധരങ്ങൾ കർത്താവിന്റെ വീണകളായി മാറട്ടെ. യേശുവേ, 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 യേശുവേ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. ശക്തമായ കാവൽ നൽകാൻ വേഗം വരണമേ. വചനം പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറി പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറി പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. മകളെ, സ്വർഗത്തിന്റെ സന്തോഷം നീ കൊതിക്കുന്നുണ്ടോ? നരകത്തിന്റെ ഭീകരത കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ശുദ്ധീകരണ സ്ഥലത്തിന്റെ വേദന നിനക്ക് മനസ്സിലാക്കണമോ? നമുക്ക് കരങ്ങൾ ഉയർത്താം. സ്വർഗീയ ദൂതന്മാർ ഇറങ്ങട്ടെ, ഓരോരുത്തരും ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ മനോഹാരിത കണ്ടുകൊണ്ട്, സ്വർഗത്തിന്റെ സന്തോഷം കണ്ടുകൊണ്ട് സ്വർഗീയ മാധുര്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കരങ്ങൾ ഉയർത്തിയെന്ന് വിളിച്ചേ, യേശുവേ, 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 യേശുവേ. അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അതരം തുറന്ന് അല്പം കൂടി സ്വരം ഉയർത്തി ഹൃദയം തുറന്ന് കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. ശക്തമായ കാവൽ നൽകാൻ വേഗം വരണമേ. വചനം പറയുന്നു, അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനെ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ പൗരോഹിത്യ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ, സമർപ്പിത ജീവിതത്തെ ശക്തിപ്പെടുത്താൻ, കുടുംബ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ, ഏകസ്ഥ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ സമൂഹ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതനാണ് ഇറങ്ങി വരുന്നത്. മുഖ്യ ദൂതന്മാരോട് കൂടെ കാവൽ മാലാഖമാർ ഇറങ്ങി വരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പിതാവേ, സ്തോത്രം, സ്തോത്രം, മഹത്വം, 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 മഹത്വം. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഓരോ അവസ്ഥയും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ബലഹീനതകൾ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. യേശുവേ, 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 യേശുവേ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. ശക്തമായ കാവൽ നൽകാൻ വേഗം വരണമേ. തിരുവോസ്തിയിലേക്ക് സൂക്ഷിച്ചു നോക്കുക. മാലാഖമാർ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. മംഗളകരമായ സന്ദേശം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ച മാലാഖ, ഗബ്രിയേൽ മാലാഖ. നമ്മുടെ ജീവിത ഭാരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് കൊണ്ടുപോകാൻ നിയോഗിച്ചിരിക്കുന്ന മാലാഖമാർ ഇപ്പോൾ നമ്മുടെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട്. നീ ഒരുപക്ഷെ രോഗത്താൽ ക്ലേശിക്കുന്നവരായിരിക്കാം. ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തൈറോയിഡിന്റെ രോഗങ്ങൾ, പൈൽസിന്റെ രോഗങ്ങൾ, നാടിഞരമ്പ് രോഗങ്ങൾ. കർത്താവ് ഇതാ വരുന്നു. കർത്താവിന്റെ ദൂതന്മാർ വരുന്നു. നമ്മുടെ സങ്കടങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് കൊണ്ടുപോകാനായിട്ട്, രോഗികളെ കൊണ്ടുപോകാനായിട്ട്, കോവിഡ് ബാധിച്ച് ക്ഷീണിച്ച് കിടക്കുന്ന രോഗിയുടെ സവിധത്തിലേക്ക് സൗഖ്യം തരാനായിട്ട് മാലാഖ ഇതാ വരുന്നു.
ഗബ്രിയേൽ മാലാഖ, റഫായേൽ മാലാഖ ഇതാ കടന്നു വരുന്നുണ്ട്. രണ്ട് കരമുയർത്തി കഥാനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവ കൃപ വന്ന് നിറയട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവിനാൽ പൂരിതരായി തീരട്ടെ. കർത്താവേ, ഓരോ മക്കളുടെയും ജീവിത അവസ്ഥയിലേക്ക് നീ കടന്നു വരണമേ. മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേലോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മുഖം സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്ന മാലാഖമാരെ ഞങ്ങളെ സഹായിക്കാൻ വരണമേ. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വരണമേ. യേശുവേ, ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. ശക്തമായ കാവൽ നൽകാൻ വേഗം വരണമേ. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. ശക്തമായ കാവൽ നൽകാൻ വേഗം വരണമേ. രണ്ട് കരമുയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. റഫായേൽ മാലയോട് ചേർന്ന് സ്തുതിക്കുക. ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന് സ്തുതിക്കുക. ഊരിയേൽ, ചെറുവിയേൽ, സിറിയേൽ, ഋഗുവേൽ മാലാഖ വൃന്ദങ്ങൾ, 8-ാം ഗണത്തിൽപ്പെട്ട മുഖ്യദൂതന്മാരും കാവൽ മാലാഖമാരും ഇപ്പോൾ നമുക്ക് ചുറ്റും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കാവലായിരിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ പ്രാർത്ഥിക്കട്ടെ. രോഗപീഠകൾ വീടുക്കുന്ന രോഗികൾ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ കുടുംബനാഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാവൽ മാലകൾ ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി അതരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും